എടുക്കണ്ട, മധുരം തൊടണ്ടായി. അപ്പൊ നോക്കിയ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം പിന്നീട് എന്തിന് കാരണമാകുന്നു? ദുഃഖത്തിന് കാരണം. ഉത്തരം കിട്ടി. ഏതായാലും ഇയാൾ തേച്ചു, നല്ല മധുരം. ഇതെന്താണെന്നറിയാൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു വലിയ തേനീച്ചക്കൂട് മേളിൽ കിടപ്പുണ്ട്. ആ തേനീച്ചക്കൂട്ടിൽ നിന്നും ഓരോ തുള്ളി തേൻ ഇങ്ങോട്ട് വീണതാ. കാറ്റടിച്ചപ്പോൾ ഇത് തോളിൽ വന്നു വീണു. അപ്പൊ ഇയാൾ ആലോചിച്ചു, കഷ്ടം, ഈ തേൻ വെറുതെ പോകുമല്ലോ, ആർക്കും കൂടാതെ. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, എന്നാൽ പിന്നെ ഈ തേൻ തുള്ളി എങ്ങനെ പിടിക്കണം? അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ടൊക്കെ നാക്കൊക്കെ നീട്ടിയിട്ടും കിട്ടുന്നില്ല. സാർ എന്താ മാർഗം നോക്കിയപ്പോൾ ഈ പേരാലല്ലേ, പേരാലിൻ്റെ വള്ളി ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു വള്ളിയാൽ പിടിച്ചിട്ട് നേരെ എന്ത് ചെയ്തു? പതുക്കെ അങ്ങോട്ട് ആടി ചെന്നിട്ട് ഒരു തുള്ളി തേൻ കിട്ടി, സുഖം വന്നിരുന്നു. അടുത്ത തുള്ളി വീഴാറായപ്പം വീണ്ടും ആടിച്ചെന്നു, ഒരു തുള്ളി കിട്ടി. ഇങ്ങനെ പല പ്രാവശ്യം ഈ തേൻ തുള്ളി കിട്ടി. അങ്ങനെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് കൈക്ക് നല്ല തണുപ്പ്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട സംഭവം എന്താ? തലയും വാലും കൂടെ ചേർത്ത് ഒരു പാമ്പിനെയാ, വള്ളിയാണെന്നും പറഞ്ഞ് പിടിച്ചിരിക്കുന്നത്. വിട്ടാൽ ആര് കൊത്തും? പാമ്പ് കൊത്തും. താഴെ ആരാ? താഴെ മേളിൽ പിടിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. എന്തോന്ന്? ആ തേൻ തുള്ളി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖം. ഭൂരിഭാഗവും നമ്മൾ അനുഭവിക്കുന്നത് ദുഃഖമാണ്. താഴെ ഭർത്താവെന്ന സിംഹം, മേളിൽ ആരാ? അമ്മായി അമ്മ എന്ന കരടി, പിടിച്ചിരിക്കുന്നത് മക്കളെന്ന പാമ്പ്. ഇനിയും മക്കൾ രാവിലെ പാമ്പല്ലെങ്കിലും വൈകുന്നേരം പാമ്പായിട്ട് വരും. അപ്പോൾ ജീവിതത്തിൽ ഭൂരിഭാഗവും നമ്മൾ അനുഭവിക്കുന്നത് എന്തോന്നാ? ദുഃഖം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഏത്? ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് കലകർമ്മങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നേടുന്നത് എന്താ? ദുഃഖം. അതാ ഇവിടെ പറഞ്ഞേ, സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാ അന്യത് ഉപാരമം വാ. ആ സുഖമൊട്ട് കിട്ടുന്നുമില്ല, മറിച്ച് അതിൽ നിന്ന് എന്ത് കിട്ടുകയും ചെയ്യുന്നു? ദുഃഖം. എന്നിട്ടോ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം, വീണ്ടും അതേ കർമ്മം തന്നെ ചെയ്യും. എന്നിട്ടും അതിൽ നിന്ന് കിട്ടുന്ന എന്താ? ദുഃഖം. യഥത്രയുക്തം, അതിതൊരിക്കലും യോജിക്കുന്നില്ലല്ലോ. കാരണം എന്താണ്? ഒരാൾക്കൊരു ദുഃഖം വന്നാൽ അതിൽ നിന്നൊരു പാഠം പഠിക്കണ്ടേ? ആ പാഠം പഠിക്കാതെ വീണ്ടും എന്തുകൊണ്ട് ഈ കർമ്മം തന്നെ ചെയ്ത് വീണ്ടും വീണ്ടും ഈ ദുഃഖം നേരിടുന്നു? അപ്പോ ഇത് യുക്തമല്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ് സകല ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കുട്ടനാട്ടിലൊക്കെ പണ്ട് പുഞ്ചകൃഷി ഉണ്ടായിരുന്നു. ഒരാൾ ഇതുപോലെ പുഞ്ചകൃഷി ഇറക്കി, ഉള്ളതെല്ലാം വെച്ചുകൊണ്ട് കൃഷി ഇറക്കി. ഏതാണ്ട് ഈ ഞാറിൽ കതിരി വന്നു. അങ്ങനെ വന്ന് ഒരു ദിവസം നോക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് മുഞ്ഞ കുറെ വിഷമൊക്കെ കൊണ്ടടിച്ചു. അടുത്ത ദിവസം ചെന്നപ്പോൾ മറുഭാഗത്ത് അവിടെ അടിച്ചു. അവസാനം കൃഷിയിൽ കുറച്ച് നെല്ല് കിട്ടി, ബാക്കി മുഴുവൻ പതിരായിട്ട് പോയി. ആദ്യത്തെ കൃഷിയിൽ നിന്ന് നഷ്ടമായി. വീണ്ടും എന്ത് ചെയ്തു? വേറെ കടവും കൂടെ വാങ്ങിച്ചു, ഉള്ള സ്വർണവും എല്ലാം പണയം വെച്ച് വീണ്ടും കൃഷി ഇറക്കി. ഇതേപോലെ തന്നെ സംഭവിച്ചു. വീണ്ടും നഷ്ടം. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തു, അവിടുന്ന് എടുത്തു, മൂന്നാമതും കൃഷി ഇറക്കി. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വന്നു. ഒരു ദിവസം കണ്ടത്തിലോട്ട് ചെന്നപ്പോൾ കാണുന്ന എന്താ? മുഞ്ഞ. ഇത്തവണ നേരെ മരുന്ന് കടയിൽ പോയി മരുന്ന് അങ്ങോട്ട് വാങ്ങിച്ചു. ഇത്തവണ നെല്ലിനടിച്ചില്ല, അങ്ങോട്ടങ്ങ് അടിച്ചു. എന്താ കാര്യം? പോയി. ആദ്യത്തേത് കൊണ്ട് പഠിച്ചോ? ഇല്ല. രണ്ടാമത് പഠിച്ചോ? വീണ്ടും വീണ്ടും സുഖം ഉണ്ടാകുന്ന കരുതി ഇതേ ദുഃഖം ചെയ്തു. ഇതെന്തുകൊണ്ട്? ഇതിന് കാരണം, നാം എത്രയൊക്കെ ശ്രമിച്ചാലും, ഒരു കർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചാലും, നമ്മളിൽ അധിക്ഷിപ്തമായിരിക്കുന്ന വാസന നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങൾ പ്രേരിപ്പിക്കും. അതിന് പറയുന്ന പേര് വാസന അഥവാ കർമ്മഫലം എന്നാണ്. ഈ കർമ്മഫലം അനുഭവിക്കാനും ആ കർമ്മഫലങ്ങൾ ചെയ്തു തീർക്കാനുമാണ് ഓരോരുത്തർക്കും ഓരോ ശരീരവും കിട്ടിയിരിക്കുന്നത്. ഈ കർമ്മഫലങ്ങളെ ശാസ്ത്രം 3 തരത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത്. ഒന്ന് സഞ്ചിതം, രണ്ടാമത്തേത് പ്രാരബ്ധം അഥവാ വർത്തമാനം, മൂന്നാമത്തേത് ആഗാമികം അഥവാ ആഗന്തുകം. സഞ്ചിതം എന്തൊക്കെയാണ്? സഞ്ചിതം,
പ്രാരബ്ധം അഥവാ വർത്തമാനം, വരാനുള്ളത് ആഗാമികം അഥവാ ആഗന്തുകം. ഈ സഞ്ചിതം എന്ന വാക്കിൽ തന്നെ അർത്ഥം കിടപ്പുണ്ട്. കടയിൽ പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത്? കയ്യിൽ സഞ്ചിയ. ആ സഞ്ചി കൊണ്ടുപോയിട്ട് സാധനം വാങ്ങിച്ചു കൊണ്ടുവരിക, ശേഖരിച്ചു കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ സഞ്ചിതം എന്ന് പറഞ്ഞാൽ എന്തായി? ശേഖരിച്ച് വെച്ച്. ഈ മരിച്ചു കഴിഞ്ഞാൽ 7-ാം പക്കം 9-ാം പക്കം ഒരു പരിപാടി നടത്തുമല്ലോ, എന്നെ ചടങ്ങിന് പേര് പറയുമല്ലോ. സഞ്ചയനം. എന്താ ചെയ്യുന്നത് പരിപാടി? ആ മൃതശരീരത്തിലെ പ്രധാന ഭാഗങ്ങളിലെ അസ്ഥികളെല്ലാം ശേഖരിക്കല. ഇതിനാണ് സഞ്ചയനം എന്ന് പറയാം. അപ്പൊ സഞ്ചിതം എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെച്ചതാണെങ്കിൽ പല പല ജന്മങ്ങളിലൂടെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത്. പ്രാരബ്ധം അഥവാ വർത്തമാനം എന്നുള്ളത് ഈ ശരീരത്തിലിരുന്നു കൊണ്ടിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗാമികം അഥവാ ആഗന്തുകം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇനി അനുഭവിക്കാൻ പോകുന്നത്. അപ്പം ടെൻസായി, കാലമായില്ലേ? ശേഖരിച്ചത് ഏത് കാലമായി? ഭൂതകാലമായി. പ്രാരബ്ധം അഥവാ വർത്തമാനം ഏതായി? വർത്തമാനകാലം. ആഗാമികം അഥവാ ആഗന്തുകം ഏതായി? ഇപ്പം 3 കാലത്തിലും എന്തുണ്ട്? കർമ്മഫലങ്ങൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഇവിടെ വന്നു, മനുഷ്യനായി പിറന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് എന്ത് ചെയ്യുക? ഭാഗവതം കേൾക്കുന്നു. ഇത് പണ്ടേ എഴുതി വെച്ചതാ. ഈ കർമ്മഫലം ഉള്ളത് കൊണ്ട് ഇപ്പോൾ വർത്തമാനത്തിൽ ഇത് കേൾക്കണം എന്ന് കർമ്മഫലം എഴുതി. അതുകൊണ്ട് ഈ പുണ്യമായ കർമ്മം വന്ന് ചെയ്യുന്നു. ഈ കർമ്മഫലങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് പുണ്യവും ഒന്ന് പാപവും. ഇത് രണ്ടുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പോകുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ഇത് രണ്ടുമേ ഉള്ളൂ. ഏതാ? പുണ്യവും പാപം. പുണ്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്നത് പുണ്യം. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്നത് പാപം. ഈ പുണ്യപാപങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഓരോ ശരീരത്തെ കൽപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മനുഷ്യ ശരീരം നമുക്ക് കിട്ടി. ഇതെങ്ങനെ കിട്ടി? ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു ശരീരത്തിൽ ആയിരുന്നു. അതിനു മുമ്പ് വേറൊരു ശരീരം. അതിനു മുമ്പ് ചിത്രത്തിൽ അത് പറയും. ഇങ്ങനെ പല പല ജന്മങ്ങളിലാണ്. അതുകൊണ്ടാണ് ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിക വെച്ചേൻ ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മുൻ ജന്മങ്ങളിലൊക്കെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഏത് ഫലം കൂട്ടി. ഇങ്ങനെ പഴയ ജന്മങ്ങളിൽ 2 തരത്തിലുള്ള കർമ്മങ്ങളുടെയും ഫലങ്ങൾ കൂട്ടി വച്ചിരിക്കുക. ഒരു പാത്രത്തിൽ അങ്ങനെ ശേഖരിച്ച് മുൻജന്മങ്ങളിലൂടെ ഞാൻ നേടിയെടുത്ത കർമ്മഫലങ്ങൾക്ക് പറയുന്ന പേരാണ് സഞ്ചിതം. മനസ്സിലായോ? ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങളാണ് ഏത്? പ്രാരബ്ധം. ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്തു വന്നത്? ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നത്. ഇതെൻ്റെ പ്രാരബ്ധമാണ്. ചില അമ്മൂമ്മമാർ കാണാൻ മേലെ ഈ കടയിൽ നിന്നൊക്കെ വലിയ സഞ്ചിക്കകത്ത് റേഷനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് വയ്യാതെ പോകാറുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് പോകുമ്പോൾ 5 മണി 6 മണിയാകുമ്പോൾ പോകുമ്പോൾ വഴി കാണുവാണ്, അറിയാവുന്ന ആളുകളാണ് ചോദിക്കും, ഞാൻ ഈ വയസ്സാങ്കാലത്ത് വേറെ യാതൊരു പണിയില്ലെന്ന് ചോദിക്കും. അപ്പോൾ തിരിച്ച് ഇന്ന് എന്നോട് എന്നാ പറയാനാ മോനെ, എൻ്റെ പ്രാരബ്ധം. 1-ാം തരം വേദാന്തമാണ് പറഞ്ഞത്. ശരിയാ, ആ അമ്മൂമ്മ അനുഭവിക്കുന്ന പ്രാരബ്ധം. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഭാഗവതം കേട്ടു. ഇതിൻ്റെ ഫലം ഇപ്പോഴത്തേക്കല്ല, ഇത് പിന്നെ എപ്പോഴത്തേക്കാ? അടുത്ത ജന്മങ്ങളിലേക്കുള്ള ഫലങ്ങളാണിപ്പോൾ നേടുന്നത്. ഇത് പിന്നെ അനുഭവിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ആഗാമികം. മനസ്സിലായോ? അപ്പോൾ ഈ ശരീരം എങ്ങനെ കിട്ടി അതും അറിയണം. അതുകൊണ്ടാണ് ഇതേപോലെ പല പല ജന്മങ്ങളിൽ ചെയ്ത ഈ പുണ്യങ്ങളുടെയും പാപത്തിൻ്റെയും ഫലം മുകളിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും മുകളിൽ. ഇത് ചെന്ന് എവിടേക്ക് വീഴും?
ഈ കൊട്ടയിലേക്ക് വീഴും. 2 തലത്തിലുള്ളതും വീഴും. അങ്ങനെ കൊട്ടയിൽ കുറേ ആയി കഴിയുമ്പോൾ ആ ശരീരം കഴിഞ്ഞ് അടുത്ത ശരീരം കിട്ടാറാവുമ്പോഴത്തേക്ക് കൊട്ടയെടുത്ത് പരിശോധിക്കും. അപ്പോൾ അതിൽ പാകമായ പുണ്യങ്ങൾ അങ്ങോട്ട് പെറുക്കി വെക്കും. അതേപോലെ തന്നെ പാപങ്ങൾ പാകമായത് എടുത്തു വെക്കും. ഈ വീടുകളിൽ ഒരു പാത്രത്തിനകത്ത് കുറേ തക്കാളിപ്പഴം ഇരിക്കുക, കുറേയുണ്ട്. ഇന്ന് സാമ്പാർ വെക്കണം. ഏത് തക്കാളിപ്പഴം എടുക്കും? മുഴുവൻ എടുക്കുമോ? ഇല്ല. നാളേക്കിരുന്നാൽ ചീത്തയാകുന്ന തക്കാളിപ്പഴം ഏതാണോ അതെടുത്തിട്ടായിരിക്കും വെക്കുക. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ബാക്കി എവിടെ ഉണ്ട്? കൊട്ടയിലുണ്ട്. അതാ പറഞ്ഞത്, അതറിയാനാ. അപ്പൊ ഇതേപോലെ പുണ്യവും എടുത്തു, പാപവും എടുത്തു. ഏതേ എടുത്തിട്ടുള്ളൂ? പാകം ആയത്. ബാക്കി അവിടെ കിടന്ന് വിളയുന്നേ ഉള്ളൂ. ആ പാപം പുണ്യവും എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 15 പുണ്യമാണ്. ഏതാണ്ട് 50 പാപമാണ്. അപ്പൊ റേഷ്യോ എങ്ങനെ വന്നു? 15:50. അപ്പോ അതിനനുസരിച്ചുള്ള ശരീരം തരും ഇങ്ങോട്ടെടുത്തത്. ഏതാ? ഈ 15 പുണ്യവും ബാക്കി 50 പാപവും. പാപങ്ങൾ ഏറും തോറും തിര്യക്കുകളായിട്ടായിരിക്കും ജന്മം. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളായിട്ട്, ചിലപ്പോൾ 15 പുണ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പാമ്പാടി രാജനായിട്ട് വന്നത്. കാരണം 15 പുണ്യത്തിൽ ഒന്നായിരിക്കും ചൂരക്കുളങ്ങര വന്ന് ദേവിയുടെ തിടമ്പ് എടുത്തുകൊണ്ട് വേണം. അതിൽപ്പെട്ട ഒരു പാപമായിരിക്കും എവിടെയെങ്കിലും വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് മയക്കുവെടി ഏറ്റ് പിന്നെ പൊങ്ങാൻ വയ്യാതിരിക്കുന്നത്. ഇതേപോലെയാണ് ഓരോരുത്തരും. ഈ 15 പുണ്യവും 15 അല്ലെങ്കിൽ 50 പാപവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുക, ഈച്ച ചത്തൊരു നാരി ചത്തൊരു ഓരിയായി പിറക്കുന്നു. എന്താ? ഈ ഫലങ്ങളാ എങ്ങനെ ശരീരമെടുക്കുന്നു. അവിടുത്തപ്പോൾ 50 പുണ്യം 15 പാപമാണ്. അപ്പൊ ആരാ കൂടി നിൽക്കുന്നത്? പുണ്യം. അപ്പൊ അതിനനുസരിച്ചുള്ള ജന്മം കിട്ടും. ഏതാണ്? യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവ ദേവാദികളായിട്ട് ഉയർന്ന ഗ്രേഡിൽ പോവും ജന്മം. ഈ കൂട്ടത്തിലും ആരും വന്നിട്ടില്ല, മനുഷ്യര് വന്നിട്ടില്ല. അത് എപ്പോഴാണ് വരുന്നത്? എടുത്തു വച്ചപ്പോൾ 15 പുണ്യം, പാകമായത് 15 പാപം. അപ്പൊ റേഷ്യോ എങ്ങനായി? പുണ്യവും പാപവും ഒരുപോലെ വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം കിട്ടിയതാണ് ഏത് ശരീരം? ഈ ശരീരം. അപ്പോഴും എവിടെ കിടപ്പുണ്ട്? കൊട്ട തീർന്നിട്ടില്ല. ഈ കൊട്ടയിലെ ഇതുപോലെ തീരണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലായിരിക്കും കൊട്ട കാലിയാകുന്ന പരിപാടിയില്ല. കാര്യം എന്താ? ഇവിടെ വന്നിട്ട് പിന്നെ മനുഷ്യനായിട്ടിരുന്ന് എന്ത് ചെയ്യുക? സകല പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്യുക. അതിൻ്റെ ഫലവും എവിടെ ചെന്ന് വീഴും? ഈ കൊട്ടയിലേക്ക് എന്ന് വീഴും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൊട്ട നിറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില കർമ്മവാസനകൾ എന്നിൽ കിടക്കുന്നത് കൊണ്ട് ഈ കർമ്മവാസനകൾ എന്നെ കർമ്മം ചെയ്യാൻ അതിന് തക്കതായത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ദുഃഖം വന്നാലും അതിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല. വീണ്ടും വാസന എന്നെ എന്നാ ചെയ്യും? അത് തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വാസനകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ. ബുദ്ധി കൊണ്ട് വാസനയെ നിയന്ത്രിക്കണം, ബുദ്ധി പ്രയോഗിക്കണം. എങ്ങനെ? സൂക്ഷ്മയാത്വ അഗ്രിയാ ബുദ്ധിയ, ഏകാഗ്രമാക്കി തീർത്ത ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. ആരിൽ നിന്നെങ്കിലും ഉപദേശം സ്വീകരിക്കണം, മനസ്സിലാക്കണം. ഈ കർമ്മത്തിലേക്ക് പോയാൽ ദുഃഖമല്ലേ, ഇത് തന്നെയായിരിക്കും നിനക്ക്. അതുകൊണ്ട് വാസനയെ ഏതുകൊണ്ട് നിയന്ത്രിക്കണം? വാസന നമ്മളെ എപ്പോഴും ഈ കർമ്മത്തിൽ ചിലപ്പോൾ പറയലേ, ചെയ്യരുതെന്ന് ഞാൻ വിചാരിച്ചതാ, എന്താണെന്നറിയില്ല, ഞാൻ എന്നെ അവിടെ നിന്ന് ആരാണ്ടോ അങ്ങോട്ട് ചെയ്യിച്ചു. ഇതാരാ ഈ ആരാണ്ട്? എൻ്റെ പൂർവ്വജന്മത്തിൽ നിന്ന് നേടിയെടുത്ത കർമ്മഫലം. അതെന്തു ചെയ്യും? എന്നെ കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഇവിടെ ചോദിക്കാൻ കാര്യം, യുധിഷ്ഠിരാദികൾ സുഖത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം മുഴുവൻ ചെയ്ത് ഈ രാജ്യം നേടാൻ ശ്രമിച്ചത്. പക്ഷെ അവർക്കതുകൊണ്ടുണ്ടായോ? ആ കുരുക്ഷേത്ര യുദ്ധം കൊണ്ട് ഇവർക്ക് എന്തു സുഖമുണ്ടായി? മറ്റൊരു കാര്യം, ഈ സുഖം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് രാജസൂയ യാഗം വരെ നടത്തിയത്. ആര്?
യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്തിയിട്ട് സുഖമാണോ കിട്ടിയത്, ദുഃഖമാണോ? സുഖത്തിന് വേണ്ടിയിട്ടാ ചെയ്തത്, പക്ഷെ അതിനുശേഷം മുഴുവൻ അനുഭവിച്ചത് ഏതാ? ദുഃഖമാ. രാജസൂയയാഗം തുടങ്ങി തീരാറായപ്പോൾ ദുര്യോധനാദികൾക്ക് സ്ഥലജലഭ്രാന്തി ഉണ്ടായി. ദ്രൗപദി പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അപമാനിക്കപ്പെട്ട ദുര്യോധനൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, എന്നെ ഒരു സഭയിൽ വെച്ച് നീ അവഹേളിച്ചെങ്കിൽ നിന്നെ ഞാൻ അവഹേളിക്കും. അതിനുവേണ്ടിയാണ് കള്ളച്ചൂത് നടത്തിയത്. അതിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ദ്രൗപദിയെ വസ്ത്രാക്ഷേപത്തിനിരയാക്കി വനത്തിൽ പോയി അജ്ഞാതവാസം നടത്തി. നോക്കുക, അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് മുഴുവൻ ദുഃഖങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അവസാനം കുരുക്ഷേത്ര യുദ്ധം ജയിച്ചു. ആ സുഖവും അല്പകാലം നിന്നുള്ളൂ. രാത്രി ആയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന 5 പിള്ളേരും പോയി. നോക്കുക, സുഖത്തിന് വേണ്ടി ചെയ്തതെല്ലാം എൻ്റെ സന്താനങ്ങൾക്കും ഉണ്ടായ ദുഃഖമാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതിരെ ഏതൊരാളും ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ്റെ വാസനയ്ക്ക് അനുസരിച്ചതായതുകൊണ്ട് വാസനയെ നിയന്ത്രിക്കുകയല്ലാതെ ആ വാസന നിയന്ത്രണം ഏറ്റവും പ്രധാനമായിട്ട് ബുദ്ധിയിലൂടെ നിയന്ത്രിക്കുക. അതിന് സാധ്യമാകാത്തവർ സാക്ഷാൽ ഭഗവാനെ ആശ്രയിക്കുക. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ കർമ്മഫലങ്ങളെ മറ്റൊരു വിധത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിതുരരോട് മൈത്രേയര് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിതുരർ ചോദിച്ചു, ഈ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് പറയണം. അവിടെ വെച്ചാണ് വീണ്ടും പലതരത്തിലുള്ള സൃഷ്ടികളെ പറ്റി പറയുകയാണ്. അവിടെ പറയുന്ന സൃഷ്ടികളാണ് 10 തരത്തിൽ. ആദ്യം വൈകൃത സൃഷ്ടികളെ ഉണ്ടാക്കി, അതിനുശേഷം പിന്നീട് ജരായുജങ്ങൾ, അണ്ടജങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നില്ല, അതിന് പോയാൽ സമയം പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഉദ്ഭിജങ്ങൾ ഇത്യാദിയൊക്കെ ഉണ്ടായി. ഈ സൃഷ്ടികളെ പിന്നീട് ഭഗവാൻ തന്നെ തൻ്റെ സങ്കല്പത്തിൽ നിന്ന്, സാത്വിക ഭാവത്തിൽ നിന്നും ദേവന്മാരെ സൃഷ്ടിച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവൻ ആലോചിച്ചത്, താൻ ഇങ്ങനെ തന്നെ ഓരോരോ സൃഷ്ടികളെ, പ്രജാപതിമാരെ സൃഷ്ടിച്ചു, നാരദരെ സൃഷ്ടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്തു, താനിങ്ങനെ ഈ സൃഷ്ടിയുമായിട്ട് ഇരുന്നാൽ എന്നും ഏതിനേ സമയം ഉണ്ടാവുള്ളൂ? ഈ സൃഷ്ടികർമ്മത്തിനെ സമയം ഉണ്ടാവും. അത് വലിയ പാടാണല്ലോ. അതുകൊണ്ട് ഈ സൃഷ്ടികർമ്മം ഇനി വേറെ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ ഇതിന് പരിഹാരമായിട്ടൊന്ന് ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗത്തു നിന്നും ഒരു മനുഷ്യരൂപം പുറത്തേക്ക് വരികയാണ്. സ്വയം ഉണ്ടായതായതുകൊണ്ട് അതിന് പേര് കൊടുത്തു, സ്വയംഭുവ മനു എന്ന് പേര് കൊടുത്തു. അപ്പോൾ തന്നെ ഇടതുഭാഗത്തു നിന്നും ഒരു സ്ത്രീ രൂപം ഉണ്ടായി. ആ സ്ത്രീക്ക് പേര് കൊടുത്തത് ശതരൂപ എന്നാണ്. പേരതാണെങ്കിലും ആ പേര് കൊണ്ട് ധ്വനിപ്പിച്ചത് വേറൊന്നാണ്. ഈ സ്ത്രീയാണ് പിന്നീട് 100 രൂപങ്ങളായിട്ട് മാറും. കാരണം കഥ പറഞ്ഞു വരുമ്പോൾ ചില ആളുകളെ, ചില സ്ത്രീകളെ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ എടുത്തു ചോദിക്കല്ലേ ഈ സ്ത്രീകൾ എവിടുന്നാ വന്നത് എന്ന്. കാരണം എന്താ, ഇനിയിപ്പോൾ കശ്യപ പ്രജാപതിയുടെയും കർദമ പ്രജാപതിയുടെയൊക്കെ കഥ പറയുമ്പോൾ ഇവരെയൊക്കെ എവിടുന്ന് വിവാഹം ചെയ്തു, ഈ സ്ത്രീകളുടെ കഥ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ശതരൂപതയാണ് 100 ഭാവങ്ങളായിട്ട് സ്ത്രീകളായിട്ട് മാറി എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അങ്ങനെ ശതരൂപയെയും ഈ സ്വയംഭുവ മനുവിനെയും മിഥുനങ്ങളാക്കിയെന്ന ആ മിഥുനങ്ങളാക്കിയിട്ട് ഭഗവാൻ സ്വയംഭുവ മനുവിനോടും ശതരൂപയോടും പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ വേണം ഈ ഭൂമിയിലെ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുകയാണ്? സൃഷ്ടികർമ്മം നടത്താനായിട്ട് പോവാണ്. അപ്പോഴാണ് സൃഷ്ടി നടക്കണമെങ്കിൽ നമ്മൾ രാവിലെ ഒരു കാര്യം പറഞ്ഞ്, ഘടകങ്ങൾ വേണം, ദ്രവ്യം വേണം, കർമ്മം വേണം, കാലം വേണം, മറ്റൊന്ന് വേണം, ദേശം, സ്ഥലം വേണം. ഈ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് ആര്? സ്വയംഭുവ മനുവും ശതരൂപയും. എവിടെ ചെന്നിട്ടും കാണാൻ വെള്ളം മാത്രമേ ഉള്ളൂ.
ചുരുക്കം പറഞ്ഞാൽ ഇരുന്ന് സൃഷ്ടി നടത്താനുള്ള ഏതില്ല, സ്ഥലമില്ല. തിരിച്ചു വന്നു ഇവര്. അങ്ങ് പറഞ്ഞില്ലേ ഞങ്ങളോട് സൃഷ്ടികർമ്മം നടത്താൻ? അങ്ങോട്ട് പറ, ഞങ്ങൾ എവിടിരുന്ന് വേണം സൃഷ്ടി നടത്താൻ? ഭൂമി എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവനും ആലോചിച്ചത്. ഉടൻ തന്നെ കണ്ണടച്ചു ധ്യാനിച്ചു ഈ ഭൂമി എവിടെയെന്ന്. അപ്പോഴാണ് കാണുന്നത് ഈ ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ പാതാളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതാരാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? ഹിരണ്യാക്ഷൻ എന്ന് പേരുള്ള ഒരസുരൻ ഏതിനെ? ഈ ഭൂമിയെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തി. അപ്പോഴാണ് ഈ ഭൂമിയെ എന്ത് ചെയ്യണം? തിരികെ യഥാർത്ഥ സ്ഥലത്തേക്ക് വെച്ചെങ്കിൽ മാത്രമേ ഈ സൃഷ്ടികർമ്മം നടക്കൂ. അതുകൊണ്ട് വീണ്ടും ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്തിനാ? ഈ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ശ്വാസോച്ഛ്വാസം ചെയ്ത കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഭഗവാന്റെ ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും എന്തോ ഒരു സാധനം തെറിച്ച് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ ചെറിയ സാധനം വളർന്നു വലുതായിട്ട് ഒരു വരാഹമായിട്ട് അങ്ങ് മാറി, പന്നിയായിട്ട് മാറി. ഉടൻ തന്നെ സകലമാന ദേവന്മാരും ആകാശത്ത് വന്നിട്ട് ഈ വരാഹത്തിനെ അവർ സ്തുതിക്കുകയാണ്. ഇവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റിരിക്കുന്നത്. ഇവർ സ്തുതിക്കുന്നത് ഒരു സാധാരണ പന്നിയായിട്ടല്ല, യജ്ഞവരാഹമായിട്ടാണ്. യജ്ഞം എന്ന വാക്കിനർത്ഥം ത്യാഗം എന്നാണ്. ത്യാഗമൂർത്തിയായ വരാഹരൂപത്തിലാണ് ഈ ഭഗവാനെ സ്തുതിച്ചത്. എന്നിട്ട് ഈ യജ്ഞവരാഗത്തിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ തൊട്ട് പാദത്തിലെ കുളമ്പ് വരെയുള്ള ഓരോരോ സാധനങ്ങളും അവയവങ്ങളും യാഗത്തിനുപയോഗിക്കുന്ന ഓരോരോ സമിത്തുക്കളായി കണ്ടുകൊണ്ടാണ് സ്തുതിച്ചത്. അതിൽ പറയും വരാഹത്തിൻ്റെ നാവ എന്താണ്? സൃക്തുണ്ടാസീത്. തുണ്ടെന്ന് പറഞ്ഞാൽ ചുണ്ട്, ഈ മൂക്കിൻ്റെ ഈ ഭാഗം. അത് യാഗത്തിന് ഈ നെയ്യ് ഹോമിക്കാനായിട്ട് ഈ ഹോമാചാരം നടത്തുമ്പോൾ ഹോമപാത്രത്തിന് 2 എണ്ണം പ്രധാനമായിട്ടുണ്ട്. ഏതൊക്കെയാ? ജുഹു, ശ്രുവം, അല്ലേ? പിന്നെ സംവാദം എന്ന് പറയുന്ന ഒന്നുണ്ട്. പക്ഷെ അത് ഹോമപാത്രമല്ല, അത് യജിക്കുന്നതിൻ്റെ അല്പം നെയ്യ് ശേഖരിക്കാനായിട്ടുള്ള പ്രധാനം ഈ പറയുന്ന ജുഹു. ബോംബെയിൽ ഒരു ബീച്ചുണ്ട്, അതല്ല കേട്ടോ. ജുഹു, ശ്രുവം എന്നാ അതിന് പറയുക. ഏതായാലും ഈ മൂക്കിൻ്റെ ഈ ഭാഗം യാഗത്തിലെ എന്താണ്? ശ്രുവമാണ്. ഭഗവാന്റെ നാവ് എന്താണ്? ജിഹ്വയാണ്. അങ്ങനെ രോമങ്ങൾ, പിരടി രോമങ്ങൾ ഉണ്ട്. അതെന്താണ്? കുളമ്പെന്താണ്? വാലെന്താണ് എന്നു വേണ്ട, സകലതും യാഗത്തിലെ ഓരോരോ വിഷയങ്ങളായിട്ടാണ് അവിടെ. തേറ്റപ്പല്ല് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭഗവാനെ യജ്ഞവരാഗമായിട്ട് സ്തുതിച്ചു. സ്തുതിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വരാഹം ആ സമുദ്രജലത്തിലേക്കൊന്ന് മുങ്ങി അങ്ങോട്ട് പൊങ്ങി ഈ ശരീരം ഒന്ന് കുടഞ്ഞു. ഈ കുടയുന്ന സമയത്ത് ആ രോമങ്ങളിൽ നിന്നും വരുന്ന ആ ജലബിന്ദുക്കൾ തീർത്ഥമായിട്ട് ഓരോരോ ദേവന്മാരും തങ്ങളുടെ ശരീരത്തിൽ തളിച്ചു. അതിനുശേഷം ബ്രഹ്മദേവനെ നോക്കി. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ സൃഷ്ടി നടത്തണമെങ്കിൽ എന്തില്ല? ഭൂമിയില്ല. ഭൂമിയെ ഇയാൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവനെ നോക്കി ഒന്ന് തല ഉയർത്തി ചിരിച്ചിട്ട് ഈ സമുദ്രജലത്തിലേക്ക് അങ്ങോട്ട് ഊളിയിടുകയാണ്. ആര്? അങ്ങനെ വരാഹം ഊളിയിടട്ട്. അപ്പോഴാണ് വിതുരര് ചോദിച്ചത്, അങ്ങ് പറഞ്ഞല്ലോ ഈ ഹിരണ്യാക്ഷൻ ആണ് പൊക്കിക്കൊണ്ടുപോയത്. ഈ ഹിരണ്യാക്ഷൻ ആരാണ്? അപ്പം കഥ മാറി. പറഞ്ഞു, പിന്നെ ഹിരണ്യാക്ഷന്റെ കഥ പറയുകയാണ്. കശ്യപൻ എന്നു പേരുള്ള ഒരു പ്രജാപതി. ഇതൊക്കെ ബ്രഹ്മദേവൻ സങ്കല്പത്തിൽ സൃഷ്ടിച്ചതാണ്.
ഈ കശ്യപ പ്രജാപതിയുടെ ഭാര്യയായിരുന്നു ദിതി. കശ്യപന് ഏതാണ്ട് 12 പത്നിമാരാണുള്ളത്. ദിതി, അദിതി, ധനു, കാഷ്ഠ, ഇള, പിന്നെ കദ്രു, വിനത. ഇവരൊക്കെ ആരുടെ പത്നിമാരാണ്? കശ്യപന്. അതിൽ ദിതിയിലുണ്ടാകുന്നവരെല്ലാം ദൈത്യന്മാരെന്നാ പറയുക. അതിഥിയിലുണ്ടാകുന്നവരെല്ലാം ദേവന്മാരാണ്. ധനുവിലുണ്ടാകുന്നവരെല്ലാം രാക്ഷസന്മാരാണ്. കദ്രുവിലുണ്ടാകുന്നതൊക്കെ സർപ്പങ്ങള്. വിനതയിലുണ്ടായത് ഗരുഡൻ. അപ്പൊ ഇവരെല്ലാം സഹോദരന്മാരുടെ മക്കളാണ്. അപ്പൊ നോക്കുക, ദിതിയിലുണ്ടാകുന്നത് ദൈത്യന്മാർ, അസുരന്മാർ. അതിഥിയിലുണ്ടായത് ദേവന്മാർ. അച്ഛൻ ഒന്ന്, അമ്മ വ്യത്യസ്തകളായപ്പോൾ പിള്ളേരുടെ സ്വഭാവവും മാറി. അപ്പൊ പിള്ളേരുടെ സ്വഭാവം മാറാൻ കാരണം ആരാ? അച്ഛനാണോ അമ്മയാണോ? മനസ്സിലായില്ല? ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലേ, എങ്ങനെ നന്നാകാനാ നിങ്ങളുടെ അല്ലേ സന്താനം എന്ന് ചോദിക്കല്ലേ. നീ മേലാ ചോദിക്കരുത്. കുട്ടിയിലെ നന്മയായാലും തിന്മയായാലും അതിൻ്റെ കാരണക്കാരി ആരാ? അമ്മയാ. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാഭീനാള ബന്ധമാണ്, ഈ പൊക്കിൾക്കൊടി ബന്ധം. അതുകൊണ്ട് എത്ര പ്രായമായാലും അവൻ്റെ അറ്റാച്ച്മെന്റ് ഏറ്റവും കൂടുതൽ ആരോടായിരിക്കും? അമ്മയോടാ. അച്ഛനോട് അത്രയില്ല. 10 രൂപ കടം വേണമെങ്കിലും ആരെയാ കെയർ ഓഫ് ആക്കുന്നത് ഇവൻ? അല്ലെ, അമ്മയോട് പറഞ്ഞ് അച്ഛനോട് പറയാം എനിക്കൊരു 500 രൂപ. എന്താ കാര്യം? ഇതാണ്. അതുകൊണ്ട് പറയും, എഡ്യൂക്കേഷൻ സൈക്കോളജി പെട്ടെന്ന് പറയും, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ അവനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിന് കാതലായി വർത്തിക്കുന്നത് അവൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ. കാരണം എന്താ? ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഒരു ദിവസം ആരോടാ? അമ്മയോടുമല്ല, പിന്നെ ആരോടൊപ്പാ? അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരോട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങി പോവാ. ഏറ്റവും കൂടുതൽ മിങ്കിളാകുന്നത്. അപ്പോൾ അവൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഇവർ രണ്ടുപേരുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നിൽക്കേണ്ടത് ആരാ? അച്ഛനല്ല, അമ്മയാ. കാരണം എന്താ? അച്ഛൻ ഇവർക്ക് ചെലവിലുള്ള കാര്യം അന്വേഷിച്ച് പോകും രാവിലെ. പിന്നെ നോക്കേണ്ട ചുമതല ആർക്കാ? ആ അമ്മ രാവിലെ മുതൽ മൊബൈലും ടിവിയും തോണ്ടിക്കൊണ്ടിരുന്നാലോ? അവനെ നല്ലതിലേക്ക് കൈപിടിച്ചുകൊണ്ട് എവിടെ വരണം? അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ കാര്യങ്ങൾ അറിയണം. ഇതെല്ലാം ആര് വഴിയെ കിട്ടൂ? എൻ്റെ അമ്മ പറയുന്നേക്കാം, എൻ്റെ ഒരു 3-ാമത്തെ വയസ്സ് തൊട്ട് സകല സപ്താഹം നടക്കുന്നിടത്തും വലിച്ചുകൊണ്ട് പോകുമായിരുന്നതാണ്. എനിക്കറിയില്ല, മുഴുവൻ അങ്ങനെ കൊണ്ടുപോകും. ഞാൻ പഠിക്കുന്ന കാലത്തോ പഠിക്കാൻ പോയപ്പോഴോ ഒന്നും എൻ്റെ ജന്മത്തിൽ ഞാൻ ചിന്തിച്ചതല്ല ഭാഗവത സപ്താഹ ആചാര്യനായിട്ട് നടക്കുന്നൊന്നും. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല സപ്താഹം എന്താണ് സംസ്കൃതം പഠിച്ചതും. പഠിച്ച് എന്തെങ്കിലും ജോലി മേടിക്കണം, ആ വഴിയെ. ഞാൻ പുസ്തകം കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആദ്യമായിട്ട് പുസ്തകം എടുക്കുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. ഒരു സ്വാമി എന്നെ വിളിച്ചുകൊണ്ട് പോവുക, ഒരു സപ്താഹം വായിക്കാൻ വരാമോന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ഈ സപ്താഹം? പറഞ്ഞു, ഭാഗവതമാണ് വായിക്കുക. എനിക്ക് ഈ ഭാഗവതം എന്തോന്നാ? അത് ഇന്നതാ. ഞാൻ പറഞ്ഞു, സ്വാമി എൻ്റെ പുസ്തകമൊന്നുമില്ല, പുസ്തകമൊക്കെ ഞാൻ തരാം. ഒരു ദിവസം ആശ്രമത്തിൽ ചെന്നു, ഒരു അധ്യായം വായിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ജന്മാദ്യസേതോന്വയാത് അത് ചൊല്ലി 2 ശ്ലോകം കൂടെ അടക്കി വായിച്ചു, മടക്കി. നീ സപ്താഹത്തിന് പോരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് സപ്താഹത്തിന് അങ്ങനെ. പക്ഷേ എന്തുകൊണ്ടിതുണ്ടായി? ആ ഒരു സംസ്കാരം വന്നതുകൊണ്ട് പിന്നീട് എനിക്ക് ഇതിനോടൊരു ക്രൈസ് തോന്നി. പിന്നെ ഇരുന്നങ്ങോട്ട് ഭാഗവതം സ്വയം ഇരുന്നങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. ഉപനിഷത്തുകളും മറ്റു പഠിച്ചതും എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് ഏതെല്ലാം എങ്ങനെയാണ് പദങ്ങൾ എന്ന് ശ്രീധരീയം എന്ന് പറഞ്ഞ വ്യാഖ്യാനം വെച്ചു. എല്ലാം വെച്ച് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നല്ല സുഖമായി തോന്നി. അല്ലാണ്ട് ആ അമ്മ വഴി കാണിച്ചത് കൊണ്ട് ഞാൻ
വന്നു, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. അപ്പോൾ പറഞ്ഞത്, നമ്മളെ ആ നിലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അമ്മ വലിയൊരു ഘടകമാണ്, മറക്കരുത്. നിങ്ങൾക്കിനി സമയം കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ മക്കളോടെങ്കിലും പറയുക, ആ അമ്മമാരായിരിക്കണം. അപ്പോൾ ഇതിവിടെ നോക്കുക, കശ്യപൻ എന്ന പ്രജാപതിക്ക് ദിതിയിലുണ്ടായപ്പോൾ അത് അസുരന്മാരും അതിഥിയിലുണ്ടായപ്പോൾ ദേവന്മാരുമായി എങ്കിൽ ആരുടെ സ്വഭാവ വിശേഷമാ കുട്ടിക്കുണ്ടായത്? അച്ഛൻ്റെയാണോ അമ്മയുടെയാണോ? അമ്മയുടെയാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അമ്മമാരാണ്. ഏതായാലും ഈ ദിതിയുടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ദിതിയുടെ ആശ്രമത്തിൽ ഈ കശ്യപനുമായിട്ട് കഴിയുകയാണ്. ഒരു ദിവസം സന്ധ്യാസകാലം, ഈ സമയത്ത് കശ്യപൻ വൈകുന്നേരത്തെ സായം സന്ധ്യയിലെ സന്ധ്യാവന്ദനം കഴിക്കണം. അതിനു മുമ്പ് സ്നാനം കഴിക്കണം. 3 സന്ധ്യാവന്ദനങ്ങൾ അവർ കഴിക്കും. പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. കണ്ടിട്ടുണ്ടാവും ഈ ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ തിരുമേനിമാരൊക്കെ സന്ധ്യാവന്ദനാദികൾ കഴിക്കുന്ന കാണാം, മണ്ഡപത്തിലൊക്കെ ഇരുന്ന് ചെയ്യുന്നതാണ്. ഇതേപോലെ സന്ധ്യാവന്ദനം കഴിക്കേണ്ട സമയമായി. ഈ സമയത്ത് കശ്യപൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ആര് തടഞ്ഞത്? ദിതി തടഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു കാരണം വേണം, അതുവരെ രജസ്വലയായിരിക്കുകയായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വരുന്ന ദിതിയാണ്. ആ ദിതിയിൽ ഇത്തിരി കാമാസക്തി കൂടുതലായിരുന്നു. അവിടെ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് കശ്യപനോട് പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ സന്താനലബ്ധി ഉണ്ടാവണം, അതിന് അന്തഃപുരത്തിലേക്ക് വരണമെന്ന്. അപ്പോൾ ദിതിയോട് കശ്യപൻ പറഞ്ഞു, ദിതി, ഇത് ശരിയായ സമയം അല്ല, ഇത് സന്ധ്യാകാലമാണ്, ഈ സന്ധ്യാകാലം ഇതിനുള്ളത് അല്ല. ഈ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേയസ്കരമാണ്. ആ ശ്രേയസ്കരമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ സന്ധ്യാനേരത്താണ് സാക്ഷാൽ നാമം ജപിക്കേണ്ടതാ. ഏത് നാമോ ജപിക്കേണ്ടത്? അതല്ല, പോയി ഈ ഏതാണ്? പഞ്ചാക്ഷരി മന്ത്രം കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്താണ് സാക്ഷാൽ മഹാദേവൻ ഋഷഭാരൂഢനായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സമയം. ആ സമയത്ത് ഏതേ ജപിക്കാവൂന്നാണ് നമഃശിവായ മന്ത്രം. ആ സമയത്ത് സന്ധ്യാസമയത്ത് രാമനാമം അലോട്ട് ചെയ്തിരിക്കുന്നത് ഒരാക്ക, ഹനുമാന. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ജപിച്ചോ, ഞങ്ങൾ പേര് വിളിക്കും എന്തോന്ന്. ഹനുമാനായിരുന്നു ജപിക്കുന്നെന്ന് പറയും. അപ്പൊ ഏതായാലും ജപിച്ചോണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾ ഏത് ഏതായാലും ഒരു നാമമെങ്കിലും ആ സന്ധ്യാസമയത്ത് ജപിക്കുക. ദൈവത്തെ ഓർത്ത് ആ വിഡ്ഢിപ്പെട്ടി തുറന്ന് വെക്കാതെ എന്ത് ചെയ്യണം? എല്ലാ നാമവും ജപിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇവിടെ പറഞ്ഞതാ, സാക്ഷാൽ മഹാദേവൻ ഋഷഭാരൂഢനായി ലോകം ചുറ്റി സഞ്ചരിക്കാൻ പോവുകയാണ്. ശരിയല്ല, പക്ഷേ എത്ര പറഞ്ഞിട്ടും ആരും മാറുന്നില്ല. ദിതി അവസാനം നിർബന്ധത്തിന് ആർക്ക് വഴങ്ങേണ്ടി വന്നു? കശ്യപന് അവിടെ പോയി ശാരീരികമായ ആ സമ്പർക്കമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ദിതിക്ക് തോന്നി താൻ കാണിച്ചത് തെറ്റായിപ്പോയി. പ്രാർത്ഥിച്ചു ഭർത്താവിനോട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നീ 2 തെറ്റുകളാണ് ചെയ്തത്. അതുകൊണ്ട് നീ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചല്ലേ വന്നത്. അതുകൊണ്ട് നിനക്ക് ഒന്നല്ല ഉണ്ടാകാൻ പോകുന്നത് 2 എണ്ണവാ. ഈ 2 എണ്ണവും ഈ 2 ദോഷങ്ങൾ മൂലം ഉണ്ടായത് കൊണ്ട്, ഒന്ന് സമയദോഷം, അതൊരു കാരണം. രണ്ടാമത്തേത് ഭർത്താവിൻ്റെ വാക്ക് നീ അനുസരിച്ചില്ല. ഈ 2 ദോഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നിനക്കൊരു സന്താനമല്ല ഉണ്ടാവുന്നത്, 2 സന്താനങ്ങൾ. ഈ 2 എണ്ണവും ലോകം വെറുക്കുന്നവരും ലോകത്തെ വെറുക്കുന്നവരും ആയിരിക്കും എന്നൊരു ശാപവും ആർക്ക് കൊടുത്തു? ഈ ദിതിക്ക് കൊടുത്തു. കശ്യപൻ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് തപസ്സിന്. അങ്ങനെ ദിതി അവിടെ ഇരുന്നു, ഗർഭം വഴികയാണ്. ഇവരൊക്കെ എന്താണ്, എത്ര കാലം വേണമെങ്കിലും ഗർഭത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ, അങ്ങനെ പറയും, ഇച്ഛാപ്രസൂതികൾ ആഗ്രഹിക്കുമ്പോഴേ ഇവർ പ്രസവിക്കൂ. ഈ ഗർഭത്തെ വഹിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഈ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ദിതിക്ക് തോന്നി ഇനി സന്താനങ്ങളാവണം എന്ന് കരുതിക്കൊണ്ട് ദിതി പ്രസവിച്ചു. ആദ്യം പുറത്തേക്ക് വന്നത് ആരായിരുന്നു? ഒരു ശിശു.
രണ്ടാമത് വേറൊരു കുട്ടി. ആദ്യം പുറത്തേക്ക് വന്ന കുട്ടിക്ക് ഏത് പേരിട്ടു? ഹിരണ്യാക്ഷൻ എന്ന പേരിട്ടു. പുറമെ രണ്ടാമത് വന്നതിനാണ് ഏത്? ഹിരണ്യകശിപു. ഇത് കുഴപ്പമാണല്ലോ. ഒരു വീട്ടിൽ ഇരട്ടകൾ ഉണ്ടായാൽ ഏത് കുട്ടിയാ മൂത്തത്? രണ്ട് കുട്ടികളല്ലേ പ്രസവിക്കുക. ആദ്യം ഒരു കുട്ടി വരും, അടുത്ത കുട്ടി രണ്ടാമത് വരും. ഇതിൽ മൂത്ത കുട്ടി ഏതാ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിച്ചു. ആദ്യം വന്നതാണോ? ഡോക്ടർമാർ പറഞ്ഞ തെറ്റാ. ഡോക്ടർ ഇല്ലല്ലോ അല്ലേ? പോയി. ആദ്യം വന്ന കുട്ടിയല്ല മൂത്തത്. ഗർഭത്തിൽ ആദ്യം ഉണ്ടായത് രണ്ടാമത്തെ കുട്ടിയാ. അതാണ് ആദ്യം കിടന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് രണ്ടാമൻ വന്നത്. ഇറങ്ങാൻ നേരത്ത് രണ്ടാമൻ ആദ്യം വരും. വ്യാസൻ തലയുള്ളവനാ എഴുതിയത്. അതുകൊണ്ട് ആദ്യം വന്ന കുട്ടിക്ക് ഹിരണ്യാക്ഷൻ എന്നാ പേര് കൊടുത്തത്. അവസാനം വന്നത് ഹിരണ്യകശിപു, അവനാ മൂത്തത്. ഹിരണ്യാക്ഷൻ രണ്ടാമൻ. ആരുടെ ശാസ്ത്രവാ സത്യം? അല്ല, അന്വേഷിക്കട്ടെ. അപ്പോ മൂത്തവന്റെ പേര് ഹിരണ്യകശിപു, രണ്ടാമന്റെ പേര് ഹിരണ്യാക്ഷൻ. ജനിച്ച ഉടനെ തന്നെ ഇവർ വളർന്നു വലുതായി. അപ്പോൾ തന്നെ ഹിരണ്യകശിപു തപസ്സിനായിട്ട് പോവുകയാണ്. വീണ്ടും ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? അല്പം തപസ്സൊക്കെ നേടി ബലത്തോടു കൂടി നേരെ ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങിയെന്ന. ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇയാൾ ചെയ്ത പണി, തൻ്റെ കൈത്തരിപ്പ് കാണിക്കാൻ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നാ, തൻ്റെ കയ്യിലിരുന്ന ഗദയും എടുത്തുകൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടു. എന്നിട്ട് തൻ്റെ ഗദ കൊണ്ട് ആ സമുദ്ര അടിത്തട്ടിൽ ആഞ്ഞടിച്ചു. ഈ സമയത്ത് സമുദ്രത്തിൻ്റെ അന്തർഭാഗം വിണ്ടുകീറി സമുദ്രത്തിലെ ജലം മുഴുവൻ ഏതിലേക്ക് ഇറങ്ങി? ഈ വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ കുഴിയിലേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെള്ളമെല്ലാം അതേ ശക്തിയോടുകൂടി പുറത്തേക്ക് തള്ളിയപ്പോൾ അതിഭയങ്കരമായ തിരമാലകൾ ഉണ്ടായി. ഈ തിരമാലകളെയാണ് പിന്നെ ഗദ കൊണ്ട് അടിച്ച് തെറിപ്പിക്കുന്നത്. ഇതിന് പറയുന്ന ഇപ്പോഴത്തെ പേരെന്തോന്നാ ഈ തിരമാലയ്ക്ക്? സുനാമി. അപ്പൊ സുനാമി എങ്ങനെ ഉണ്ടായെന്ന് കഴിഞ്ഞ സുനാമിക്ക് കണ്ടുപിടിച്ചില്ലേ? പസഫിക് ഓഷനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, അതിൽ വെള്ളം അതുകൊണ്ടാണ് കടലെല്ലാം വലിഞ്ഞു. എടാ, അവൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇങ്ങനെയാ വലിയ തിരമാലകൾ ഉണ്ടാകുന്നത്. ഏത് സത്യം? ഈ തിരമാലകളെയാണ് ആരടിച്ചു തെറിപ്പിക്കുന്നത്? ഹിരണ്യാക്ഷൻ. അങ്ങനെ അടിച്ചടിച്ച് തെറിപ്പിച്ചു പോകുമ്പോഴാണ്, ഇങ്ങനെ നീന്തി നീന്തി വെള്ളത്തിൽ കൂടെ വരുമ്പോഴാണ് വെള്ളത്തിൽ ആരിരിക്കുന്നത്? ഒരു താമര അല്ലെങ്കിൽ ഭൂമിയെ കണ്ടത്. ഉടൻ തന്നെ ഈ ഭൂമിയെ എന്ത് ചെയ്തു? തൻ്റേതാണെന്നും പറഞ്ഞുകൊണ്ട് ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ഈ ഭൂമിയെ എടുത്തുകൊണ്ട് പോയിട്ട് പാതാളത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ വെച്ച് മറച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സ്വയംഭൂ മനുവും ശതരൂപയും കൂടെ ഏത് തപ്പി നടന്നത്? പിന്നെ കാണുമോ? പാതാളത്തിലിരിക്കുക. അങ്ങനെ ഇരുന്നു ഇവരെ പോയി. പിന്നെ ഈ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ച ഹിരണ്യാക്ഷൻ ഇങ്ങനെ വെള്ളത്തിലൂടെ മതിച്ചു മതിച്ച് നടന്നു വരുമ്പോഴാണ് ആരെ കാണുന്നത്? താമരയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു തലയേ ഉള്ളൂ, ഇയാൾക്ക് 4 തലയാ. അപ്പൊ ചോദിച്ചു, താൻ ആരാടു? അത് ഞാനാണ് സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബ്രഹ്മൻ. ആ ശരി, താൻ സൃഷ്ടിയോ എന്തു വേണം നടത്തിക്കോ. ഒരു കാര്യം ചെയ്യും, ഇനി താഴോട്ടിറങ്ങി വന്ന് ഞാനുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്തി എന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചാൽ എവിടെ ഇരിക്കാം? അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അറിയാം, ഇയാളുമായിട്ട് പിടിക്കാൻ പോയാൽ ഒരു രക്ഷയില്ല. ഈ സമയത്ത് മറ്റേ ആൾ എന്ത് ചെയ്യുകയാണ്? ഒരു വരാകം വന്നിട്ടില്ലേ, അയാൾ അപ്പുറത്തുകൂടെ ആരെ തപ്പി നടക്കുക? ഭൂമിയെ. അപ്പോഴാണ് ഭൂമിയെ ഒളിപ്പിച്ചവൻ വന്ന് ആരോട് ഗുസ്തിക്ക്? ഈ ബ്രഹ്മദേവനോട്. അപ്പം ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി, ഇവനുമായിട്ട് താൻ മൽപ്പിടുത്തത്തിന് പോയാൽ തൻ്റെ ഇടപാട് തീരും. അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ അങ്ങ് നിൽക്കുക,
നിനക്ക് പറ്റിയ ഒരുത്തൻ ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീരുകയും അപ്പോൾ ഒരു വരാഹം വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരികയാണ്. അതിൻ്റെ മുമ്പിൽ ആ തേറ്റയുടെ മുകളിൽ ഒരു എന്താ നമ്മൾ പറയാം, നമ്മൾ ഈ പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കുന്ന മുത്തങ്ങയുടെ വലിപ്പത്തിലാണ് ആ തേറ്റയിൽ ആരിയ്ക്കുന്നത്? ഈ ഭൂമി. ആ ഭൂമി എങ്ങനെ ഇരിക്കുന്നത്? വിറച്ചുകൊണ്ടാ. ഇത്രയും നേരം പന്നി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉള്ള പേടി ഇപ്പൊ തൊട്ട് മുമ്പിൽ ആരെ കാണുക? ഹിരണ്യാക്ഷനെ. ഇത് കണ്ടുകൊണ്ടാണ് ഹിരണ്യാക്ഷൻ തിരിഞ്ഞത്. ആ എൻ്റെ ഭൂമി എടുത്തുകൊണ്ട് ആരാടാ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഹിരണ്യാക്ഷൻ ആരുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്? ഈ വരാഹവുമായിട്ട്. അപ്പോൾ ആ വരാഹവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി അങ്ങനെ റെഡിയായി നിന്നു. അപ്പോഴാണ് മൈത്രേയരോട് വിതുരർ ചോദിച്ചത്, ആട്ടെ ഈ ഹിരണ്യാക്ഷനും ഈ ഹിരണ്യകശിവും പൂർവജന്മത്തിൽ ആരായിരുന്നു? പിന്നെ അത് പറയണം. ഭഗവാന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? വൈകുണ്ഠമാണ്. എന്താ വാക്കിനർത്ഥം? വികുണ്ഠത ഇല്ലാത്ത ഇടമാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ദ്വൈത ചിന്ത. കാരണം വൈകുണ്ഠത്തിലുള്ളവരെല്ലാം ഒരേ യൂണിഫോംകാരാ. എല്ലാവരും മഞ്ഞപ്പട്ടും വസ്ത്രം. എല്ലാവർക്കും എത്ര കയ്യാ? 4 കൈയും ശംഖചക്ര എല്ലാവരും ഒരുപോലെ. അവിടെ ആരും പ്രത്യേകതയുമില്ല. അങ്ങനെയുള്ള വൈകുണ്ഠത്തിലേക്ക് ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിരിക്കുന്ന സനകാദികൾ ഭഗവാനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ നേരത്ത് 6 കവാടങ്ങൾ കടക്കണമെന്ന്. ഈ വൈകുണ്ഠത്തിലെത്തണമെങ്കിൽ 6 കവാടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പടിയാറും കടന്ന് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ ഞാനൊരാളോട് ചോദിച്ചു, എന്താ ഈ പടിയാറുന്നു? അപ്പം പറഞ്ഞു, വൈക്കത്തെ അമ്പലത്തിൻ്റെ സോപാനത്തിലേക്ക് കയറാൻ 6 സ്റ്റെപ്പാവുള്ള, അതാ പടിയാറ്. ആണോ? അല്ല, ഇവിടെ ഉണ്ട് മൂലാധാരം. ഇവിടെ സഹസ്രാര പത്മം വരെയുള്ള ആ കാര്യങ്ങളാണ് ഏത്? പടിയാറ്. ഇനി അതുമല്ലെങ്കിൽ വേറെ പടിയുമുണ്ട്. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത്. 6 ശത്രുക്കളാണ് നമുക്കുള്ളത്. ഭഗവാനെ കാണാൻ പറ്റാത്തതിൻ്റെ 6 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരൊക്കെയാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം. ഈ 6 എണ്ണത്തിനെയും കടന്നാലേ ആരെ കാണാൻ പറ്റൂ? ഭഗവാനെ കാണാം. ഏതായാലും ഈ വൈകുണ്ഠത്തിൽ ആ 5 കവാടങ്ങളും വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നു. 6ാമത്തെ കവാടത്തിൽ ഒരു ഇരട്ടകളായിരുന്നു കാവൽക്കാർ. അവരുടെ പേരായിരുന്നു ജയവിജയന്മാർ. സനകാദികളെ എപ്പോഴും 10 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. പൂർണ്ണ നഗ്നരാണ്. അവർ ദിഗംബരന്മാരാണെന്നർത്ഥം. ഏതായാലും അവരങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഈ ജയവിജയന്മാർ കണ്ടത് 4 പിള്ളേർ കയറി വരുന്നു. ഇവന്മാരെ കയറ്റി വിടണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇവരെ അടിക്കാനും പിടിക്കാനും ഒന്നും പോയില്ല. തങ്ങളുടെ കയ്യിലൊരു ചൂരൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചൂരൽ ഇങ്ങോട്ട് വളച്ചിട്ട് ഈ തുമ്പ് അങ്ങോട്ടൊന്ന് വിട്ടു. അപ്പോൾ ഒരു മൂളലുണ്ടാവുമല്ലോ, ഭയപ്പെടുത്തി. ഭയപ്പെടുത്തി. എന്താ കാര്യം? ഇന്നൊക്കെ ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല. അപ്പോൾ തന്നെ ഭഗവാൻ സനകാദികൾ തീരുമാനിച്ചു, ഇവന്മാർ ഇവിടെ നിൽക്കാൻ യോഗ്യന്മാരല്ല. കാരണം എന്താ? ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നവരെ തടയുന്നവന്മാർ എവിടെ നിൽക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞതുകൊണ്ട് ഇവന്മാർ 3 ജന്മം അസുരയോനിയിൽ പിറക്കട്ടെ എന്നൊരു ശാപം ജയവിജയന്മാർക്ക് കൊടുത്തു. അങ്ങനെ ശാപഗ്രസ്തരായ ഈ ജയവിജയന്മാർ അപ്പോൾ തന്നെ തെറ്റു മനസ്സിലാക്കി സനകാദികളോട് കൈകൂപ്പി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് സനകാദികൾ പറഞ്ഞു, ഇനിയും പറഞ്ഞതിനൊന്നും മാറ്റമില്ല, നിങ്ങൾ അസുരയോനി. അപ്പോഴത്തേക്കാണ് ഭഗവാനും അവിടെ എത്തി. ഭഗവാന്റെ ഇച്ഛയായിരുന്നിരിക്കാം. എന്താണ്? സനകാദികൾ അപ്പോഴാണ് ഭഗവാനെ അറിഞ്ഞില്ല. നേരത്തെ ദേഷ്യത്തിന് ശപിച്ചതാ.
അതുകൊണ്ട് എന്നോട് പൊറുക്കണം, ഞങ്ങളോട് പൊറുക്കണമെന്ന് സനകാദികൾ ഭഗവാനോട് പ്രാർത്ഥിക്കും. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഇച്ഛ തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈ ശപിപ്പിച്ചത്. കാരണം എന്താ, ഞാനും ഇത്തിരി നോക്കിയിരിക്കുകയായിരുന്നു ഇവന്മാർ. കാരണം ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ യൂണിയൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതുകൊണ്ട് ഇവന്മാരെ എങ്ങനെയും ഒന്ന് പിരിച്ചുവിടണം എന്ന് വെച്ചിരുന്നപ്പോഴാണ് ഉർവശി ശാപം ഉപകാരമായത്. കാരണം എന്താ, ഏതൊരാൾക്കും ഒരു ജോലിയിൽ നിരന്തരം തുടർന്ന് കഴിയുമ്പോൾ ആ ജോലിയോടുള്ള എന്ത് കുറയും? ആത്മാർത്ഥത കുറയും. ഏതാണ്ട് ഇവന്മാരും ആ പരുവത്തിലായി. പക്ഷേ ഇത്രയും കാലം ഇവരെന്നെ സേവിച്ചവരല്ലേ, അതുകൊണ്ട് ഞാൻ ഇവർക്കൊരു വരം കൊടുക്കുന്നു. ഇവർ ആ 3 ജന്മങ്ങളിലും എൻ്റെ കൈകൾ കൊണ്ട് വളരെ വേഗം നിഗ്രഹിക്കപ്പെട്ട് വീണ്ടും എവിടെ തന്നെ വരും? ഇവിടേക്ക് വരും. അങ്ങനെയുള്ള ശാപഗ്രസ്തരായ ഈ ജയവിജയന്മാരുടെ ആദ്യത്തെ ജന്മമാണ് ആരൊക്കെ? ഹിരണ്യാക്ഷനും. രണ്ടാമത്തെ ജന്മം രാവണനും കുംഭകർണനും. മൂന്നാമത്തെ ജന്മം ശിശുപാലനും ദന്തവക്രൻ, കരുഷാധിപൻ. കരുഷം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവായ ദന്തവക്രൻ. ഇങ്ങനെ 3 ജന്മം. ഈ 3 ജന്മങ്ങളിൽ ഇവരെ വധിച്ചതാരാ? ഭഗവാൻ വധിച്ച് വീണ്ടും ഇവിടെ. അങ്ങനെ ഇവരുടെ പൂർവകതയും ഒന്ന് പറഞ്ഞു. ഈ വരാഹം എന്താണ്? ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ വരാഹരൂപിയും ഈ ഹിരണ്യാക്ഷനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൻ്റെ അവസാനം ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന സുനാഭം എന്ന് പറയുന്ന ആയുധം കൊണ്ട് ആരെ വധിച്ചു? ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് തൻ്റെ തേറ്റയിൽ കൊണ്ടുവന്ന് ഭൂമിയെ യഥാസ്ഥാനം കൊണ്ടുവന്നു വെച്ചു. അപ്പോഴേക്കും സന്തോഷമായി, എല്ലാവരും സ്തുതിച്ചു. ബ്രഹ്മദേവൻ സ്വയംഭുവ മനുവിനോടും ശതരൂപയോടും പറഞ്ഞു, നിങ്ങൾക്ക് സൃഷ്ടികർമ്മത്തിനുള്ള എന്തായി? സ്ഥലമായി. ഇനി സൃഷ്ടി ആരംഭിച്ചു കൊള്ളാൻ അവരോട് പറഞ്ഞു. പിന്നീട് സ്വയംഭുവ മനുവും ഈ ശതരൂപയും കൂടി സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്. ഈ സൃഷ്ടിയിൽ ഇവരുടെ ആ ഗൃഹസ്ഥ ജീവിതത്തിൽ 2 ആൺമക്കളും 3 പെൺകുട്ടികളും ഉണ്ടാവുകയാണ്. അതിൽ 3 പെൺകുട്ടികൾ ആകൂതി, ദേവഹൂതി, പ്രസൂതി. ആൺമക്കള് പ്രിയവ്രതൻ, ഉത്താനപാദൻ. ഈ 5 മക്കളുടെ സന്തതി പരമ്പരകളുടെ ചരിതമാണ് പിന്നീട് ഏത്? ഭാഗവതം മുഴുവൻ. ഈ 5 മക്കളും അവരുടെ സന്തതി പരമ്പരകളുടെയും ചരിതമാണ് ഭാഗവതം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി തൽക്കാലം അങ്ങ് നിർത്തുകയാണ്. എല്ലാവരും തൂങ്ങാനും ഞെളിവിരിയാനും തുടങ്ങി. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് ഇനി ഇത്തിരി വായിക്കാനും കൂടുതലുണ്ട്. അതങ്ങ് വേഗം വായിച്ചു വന്നാലേ 6 മണിക്ക് മുമ്പ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തൂ. ഇതിൻ്റെ എന്താണ് അത് ഞാൻ പറഞ്ഞില്ല. ഈ ഹിരണ്യാക്ഷൻ എന്താണ്? ഹിരണ്യാക്ഷൻ ആരാണ്? ഈ ഹിരണ്യാക്ഷന്മാരെ വേറെ വല്ലയിടത്തും അന്വേഷിക്കണോ, അതോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ, അതോ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് ഞാൻ വൈകിട്ട് പറയും. നാളെ നിങ്ങൾ നേരത്തെ വന്നാൽ അത്രയും നല്ലത്. വരുന്ന 9:00-ക്കെങ്കിലും തുടങ്ങാം. വളരെ പ്രസിദ്ധമായൊരു പ്രകരണം. ഏതൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലേലും നാളെ രാവിലെ മുതൽ അതായിരിക്കും എടുക്കുക. കപിലോപദേശം കേൾക്കണമെന്നുള്ളവർ നേരത്തെ എത്തുക. കപിലം കുറേയധികം ഞാനെടുത്ത് വിസ്തരിക്കാറുണ്ട്. ആ കാപിലവും ധ്രുവൻ്റെ കഥയും പ്രത്യേകം എടുത്തു പറയും. അതുകൊണ്ട് രാവിലെ കാപിലം പറയുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.